ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേരിട്ട് നമ്മൾ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു, തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു, മന്ത്രിസഭ ഒരുങ്ങുന്നു. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിനായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ ബി.ജെ.പി ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രാജ്നാഥ് സിംഗും ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്തും പരിഗണനയിലുണ്ട്. ജെ.പി. നഡ്ഡ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി സർക്കാരിന് അവകാശവാദം ഉന്നയിച്ച് നാളെ രാഷ്ട്രപതിയെ കാണാനാണ് ബി.ജെ.പിയുടെ നീക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് ക്ഷണമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനും സംഘടന അഴിച്ചുപണിക്കും ബി.ജെ.പിയിൽ ചർച്ചകൾ തുടരുകയാണ്. ജെ.പി. നഡ്ഡയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ആർ അച്യുതൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആർ കെയിലേക്കാണ്. ആർ കെ, മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ, ആരൊക്കെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പുതുതായി എത്തും? ചില പേരുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവർക്കൊക്കെ ഏത് വകുപ്പുകൾ? ഏറ്റവും ഒടുവിലായി രൂപപ്പെടുന്ന ധാരണ എങ്ങനെ? ആർക്കെ? ഈ ഉഭയകക്ഷി ചർച്ചകൾ അനൗദ്യോഗികമായിട്ടാണ് റീജിത്ത് ഇതുവരെ നടന്നു വന്നത്. എന്നാൽ ഇനി അത് ഔദ്യോഗികമാകാനായിട്ട് പോവുകയാണ്. ചന്ദ്രബാബു നായിഡുവുമായിട്ട് ചർച്ച നടത്താനായിട്ട് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നേതൃയോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പീയൂഷ് ഗോയലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജെ.ഡി.യുവുമായിട്ട് മൻസുഖ് മാണ്ഡവ്യ ആയിരിക്കും ചർച്ച നടത്തുന്നത്. നിതീഷ് കുമാറുമായിട്ട് അദ്ദേഹം ഇന്നത്തെ ബി.ജെ.പിയുടെ നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ അറിയിക്കും. സമാനമായിട്ട് മറ്റെല്ലാ പാർട്ടികളുമായിട്ടും ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ തീരുമാനം അറിയിക്കാനായിട്ട് ഓരോ നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരായിരിക്കും ഈ ഉഭയകക്ഷി ചർച്ചകൾ ഔദ്യോഗികമായിട്ട് നടത്തുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഉരുത്തിരിയും. നാളെയാണ് ഈ പാർലമെന്ററി ബോർഡ് ചേരുന്നത്. എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന NDAയുടെ ഘടകകക്ഷികളുടെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന യോഗത്തിലാണ് ഈ മന്ത്രിസഭാ രൂപീകരണത്തിനായിട്ട് സഭാകക്ഷി നേതാവായിട്ട് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്ത് അവകാശവാദം ഉന്നയിക്കാൻ രാഷ്ട്രപതിയെ കാണുന്ന നടപടികളിലേക്ക് പോവുക. അതിന് മുന്നോടിയായി തന്നെ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ നേതൃയോഗത്തിൽ ഇന്നുണ്ടായ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ആദ്യത്തേത് തീയതിയുമായി ബന്ധപ്പെട്ടാണ്. തീയതി 8-ൽ നിന്ന് 9-ലേക്ക് മാറ്റണം എന്ന ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇപ്പോഴും അറിവായിട്ടില്ല. രണ്ടാമത്തത് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം, ബി.ജെ.പി പ്രതിനിധികളായ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ്. അക്കാര്യത്തിൽ അമിത്ഷായുടെ പേരിന് തൽക്കാലം ആ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മറിച്ച് മറ്റെല്ലാ മുതിർന്ന നേതാക്കന്മാരും ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. രാജ്നാഥ് സിംഗ് ഉണ്ടാകും, നിതിൻ ഗഡ്കരി ഉണ്ടാകും, അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടാകും. അമിത്ഷായും നിർമ്മല സീതാരാമനും തൽക്കാലം ആ പേരുകൾ മാറ്റിവെച്ചുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അമിത്ഷയ്ക്ക് ഈ NDAയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഈ ചന്ദ്രബാബു നായിഡുവിന് ആ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അമിത്ഷാ NDAയുടെ ചെയർമാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വിധത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകും. നിർമ്മല സീതാരാമനെ പാർട്ടിയുടെ അധ്യക്ഷ എന്ന രീതിയിൽ പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പുതുമുഖങ്ങൾക്ക് അവസരം കൂടുതൽ നൽകുന്ന വിധത്തിലായിരിക്കും ഈ മന്ത്രിസഭയുടെ ഒരു ഘടന ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്? ജെ.ഡി.യും TDPയും ഒക്കെ വകുപ്പുകളുടെ സുപ്രധാനമായ വകുപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം, അതിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം വഴങ്ങുന്നുണ്ട് ബി.ജെ.പി? ആർക്ക്? ഏറ്റവും ഉദാരമായിട്ടുള്ള സമീപനം തങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് പ്രതിഫലിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. അതിന്റെ ഭാഗമായിട്ട് 4 MP-മാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന നിർദ്ദേശം, എന്ന ഫോർമുലയാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ അതിൽ തെലുങ്കുദേശം പാർട്ടിക്ക് 16 പേർ ഉള്ളതുകൊണ്ട് തന്നെ 4 അംഗങ്ങൾ ലഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ 3 എണ്ണമാണ് ഔദ്യോഗികമായിട്ട് വാഗ്ദാനം ചെയ്യാനായിട്ട് പോകുന്നത്. ജനതാദൾ JDUവിനും അതേ രീതിയിൽ തന്നെയാണ് 3 അംഗങ്ങളെ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾക്ക് ശിവസേനയ്ക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകുന്ന വിധത്തിലാണ് ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ചിരാഗ് പാസ്വാനും 2 മന്ത്രിസ്ഥാനങ്ങൾ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ. അങ്ങനെയാണ് NDAയിലെ ചർച്ചകൾ നടക്കുന്നത്. ആർ രാധാകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം തന്നെ ആർ അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി, അതിനെ ഗൗരവത്തോടുകൂടി ബി.ജെ.പി നേതൃത്വം കാണുന്നുണ്ട്, അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ജെ.പി. നഡ്ഡ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ
അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നു. പകരം അധ്യക്ഷനാരാകും എന്നുള്ള കാര്യത്തിലൊക്കെ സജീവമായ ചർച്ചകൾ നടക്കുന്നു. നാളെ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തെ BJP നോക്കിക്കാണുന്നത്, ചർച്ചകളുടെ പുരോഗതി എങ്ങനെ അച്യുതൻ? റീജിത്ത്, ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനമായും ഉത്തർപ്രദേശിലാണ് ആ ഒരു തോൽവി നേരിടേണ്ടി വന്നത്. കാരണം അവിടെ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കാര്യമായ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുവാൻ BJPക്ക് കഴിഞ്ഞില്ല. 33 സീറ്റ് മാത്രമാണ് BJPക്ക് അവിടെ ലഭിച്ചത്. മറിച്ച് ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ ആ മണ്ണിൽ ലഭിച്ചു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഇതേ തരത്തിലാണ് BJPയുടെ ഒരു സ്ഥിതി. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പരാജയം നേരിടേണ്ടി വന്നു. അവിടെയും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മേൽക്കൈ നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പൊതുവെ ഈ ഫലം വിലയിരുത്തുമ്പോൾ BJP ഒരു അഴിച്ചുപണിക്ക് കൂടി മുതിരുകയാണ്. അതായത് സംസ്ഥാന ഘടകത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഈ അഴിച്ചുപണിക്ക് കൂടി ഒരുങ്ങുന്നു. സംസ്ഥാന ഘടകത്തിൽ പല നേതാക്കളും ഉന്നയിച്ച ഒരു ആവശ്യം, ഈ RSSനെതിരായ JP നദ്ദയുടെ പരാമർശം, അത് വലിയ രീതിയിൽ ഫലത്തെ സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിലുപരി ഇന്ത്യ സഖ്യം ഉന്നയിച്ച സംവരണം പോലുള്ള വിഷയങ്ങൾ. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. തോൽവി വിലയിരുത്തുന്നുണ്ട് BJP നേതൃത്വം. അതിന്റെ ഭാഗമായിട്ടുള്ള യോഗങ്ങൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ ലോക്സഭാ കക്ഷി നേതാവ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. 52-ൽ നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019-ൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും എന്നാണ് സൂചന. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമായിരിക്കും മറ്റു പേരുകൾ പരിഗണിക്കുക. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, രാഹുൽ തന്നെ ആ പദവി ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിന്റെ ഭാഗമായി സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? രാഹുൽ ഇല്ലെങ്കിൽ ഉയർന്നു വരുന്ന മറ്റു പേരുകൾ. നിതിൻ. റിജിത്ത്, രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യവും അത് തന്നെയാണ്. അതിനുമേലുള്ള സമ്മർദ്ദം ഇപ്പോൾ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് മേൽ എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ നൽകുന്നുണ്ട്. കാരണം 2014 അല്ലെങ്കിൽ 19 ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം കോൺഗ്രസ് 52 സീറ്റിൽ നിന്നും 99 സീറ്റിലേക്കായി ഉയർന്നിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി നടത്തിയ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വലിയ കാര്യമായി തന്നെ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ മോദിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വേണം എന്നൊരാവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ഉടൻ തന്നെ പ്രവർത്തക സമിതി യോഗം ചേരും. ഇന്ന് തന്നെ അതിന്റെ തീയതി കോൺഗ്രസ് പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തും. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നിരയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം 2014 തന്നെ ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ പിന്നെ 2014 മുതൽ ലോക്സഭയിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന പദവി അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. രാഹുൽ ഗാന്ധി അതിൽ സമ്മതം മൂടിയില്ലെങ്കിൽ മാത്രമേ മറ്റ് പേരുകളിലേക്ക് ചർച്ചകൾ പോവുകയുള്ളൂ. അതിനാൽ ഒരുപക്ഷെ KC വേണുഗോപാലോ അല്ലെങ്കിൽ ശശി തരൂരോ മനീഷ് തിവാരി അടക്കമുള്ള പല പേരുകൾ, ഗൗരവ് അടക്കമുള്ള പല പേരുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി രാഹുൽ ഗാന്ധി എന്ന നേതാവിലേക്ക് അല്ലെങ്കിൽ എന്ന പേരിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാര്യമായി തന്നെ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം 2019 സീറ്റുകൾ ഇപ്പോൾ 99 എന്ന ഒരു സീറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും പദവി ഏറ്റെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറുന്നത്. അതിനായി പ്രവർത്തക സമിതി യോഗം ഉടൻ ചേരും. വൈകാതെ തന്നെ അതിലൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്യും. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ത്യ സഖ്യ നേതാക്കൾക്കും രാഹുൽ ഗാന്ധിയുടെ പേരിനോട് തന്നെയാണ് താല്പര്യം. രാഹുൽ ആ പദവി ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ K മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ്. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്ന് K മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തും. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തിൽ K മുരളീധരന്റെ നിലപാട് നിർണായകമാകും. ഈ മാസം 12-ന് ചേരുന്ന UDF യോഗത്തിൽ തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി ചർച്ചയാകും. ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാവുന്ന വയനാട് സീറ്റ് K മുരളീധരൻ നൽകാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ധാരണയായിട്ടുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് AICC പ്രിയങ്ക ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചാൽ KPCC അധ്യക്ഷൻ നൽകാനാകും ആലോചന. കോഴിക്കോട് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ K സുധാകരനോട് മുരളീധരൻ നിലപാടറിയിക്കും. കോഴിക്കോട്ടെ മുരളിയുടെ വീട്ടിലെത്തി MK രാഘവൻ അരമണിക്കൂറോളം ചർച്ച നടത്തി. K മുരളീധരൻ രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് MK രാഘവൻ. K മുരളീധരൻ ലീഡറുടെ ലെഗസിയുള്ള ഒരാളാണ്, മനസ്സിലാക്കിക്കൊള്ളു. അപ്പോൾ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാകും, ഒരു വിഷയമുണ്ടാകും. K കരുണാകരന്റെ മകൻ ഏത് സ്ഥാനത്തും ഫിറ്റാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും ഫിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. തൃശൂരിലെയും ആലത്തൂരിലെയും തോൽവി ആഴത്തിൽ പരിശോധിക്കുമെന്ന് UDF കൺവീനർ MM ഹസനും അറിയിച്ചു.
കെ മുരളീധരൻ സജീവമാകണമെന്ന് ഹസനും ആവശ്യപ്പെട്ടു. ഇതിനിടെ കെ മുരളീധരനെ കുരുതി കൊടുത്തുന്ന പ്ലക്കാർഡുമായി DCC ഓഫീസിൽ ഒറ്റയാൾ പ്രതിഷേധം നടന്നു. കോൺഗ്രസ് നേതാക്കളെ പേര് പറഞ്ഞു വിമർശിക്കുന്ന പോസ്റ്ററും തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി പദവി ഉറപ്പിച്ച് സുരേഷ് ഗോപി ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തി നിർണായക കൂടിക്കാഴ്ച നടത്തും. സിനിമ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെങ്കിലും നേതാക്കൾ പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ സീറ്റ് BJPക്ക് ലഭിച്ചതിന് പിന്നിൽ പിണറായി വിജയനാണെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ആദ്യ അക്കൗണ്ട് തുറന്ന മിന്നും വിജയം നേടിയ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിക്കാനാണ് BJP കേന്ദ്രത്തിന്റെ നീക്കം. നിർണായക ചർച്ചകൾക്കായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു. തന്റെ 2 നേതാക്കൾ ആവശ്യപ്പെട്ടാൽ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി. എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും. BJPയുടെ വിജയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ സീറ്റ് സ്വർണ്ണത്താലത്തിൽ വെച്ച് BJPക്ക് നൽകിയെന്ന് UDF കൺവീനർ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ വോട്ട് നഷ്ടപ്പെട്ടതും പരിശോധിക്കും. ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ്ണത്താലത്തിൽ വെച്ച് BJPക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ്. നല്ല നടനെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വിജയമാണ് തൃശൂരിലേതെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. KPCC പ്രസിഡന്റ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കുമെന്ന്. പരിശോധിച്ച് എന്താണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത് കാര്യത്തിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. കോൺഗ്രസ് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് പോയതെന്നാണ് CPIM നേതാക്കളുടെ ആരോപണം. 24 തൃശൂർ. കോട്ടയത്ത് CPIM വോട്ടുകൾ NDAയിലേക്ക് പോയെന്ന് തുറന്ന് സമ്മതിച്ച് മന്ത്രി VN വാസവൻ. BDJSന്റെ കടന്നുവരവ് വൈക്കത്തടക്കം തിരിച്ചടിയുണ്ടാക്കിയെന്നും VN വാസവൻ 24നോട് പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് പരസ്യപ്രതികരണത്തിന് തയ്യാറാകാത്ത ജോസ് കെ മാണി വിഭാഗം രാജ്യസഭാ സീറ്റ് ആവശ്യം ശക്തമാക്കാൻ തീരുമാനിച്ചു. പോളിംഗ് ശതമാനം കുറഞ്ഞത് അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയ ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കോട്ടയത്ത് UDF മികച്ച വിജയം നേടിയത്. ഇതോടെ CPIMനെയും കേരള കോൺഗ്രസ് എമ്മിനെയും ലക്ഷ്യമിട്ട് UDF വോട്ട് ചോർച്ച രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. CPIM വോട്ടുകൾ കൃത്യമായി ലഭിച്ചില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനും പരാതിയുണ്ട്. ഇതിന് പിന്നാലെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് മന്ത്രി VN വാസവൻ 24നോട് തുറന്നു പറഞ്ഞു. കോട്ടയത്ത് PDISന്റെ സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതൊരു ഘടകമാണ്. അത് ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ടിൽ ഒരു നേരിയ അംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. അതേസമയത്ത് ഇവിടെ പൊതുവിൽ വന്നിട്ടുള്ളത് സംസ്ഥാനത്താകെ വന്ന മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ്. അല്ലാതെ കോട്ടയത്ത് വിശേഷിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ അതിലൊന്നും ഉണ്ടായിട്ടുള്ളത്. വൈക്കമടക്കം LDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. ഇതെല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും VN വാസവൻ വ്യക്തമാക്കി. വൈക്കത്തോട്ട് പറഞ്ഞിട്ടുള്ളതും DSന്റെ ഒരു ഘടകമായിട്ടുണ്ട്. UDFനോട്ട് കുറഞ്ഞിട്ടുണ്ട്, LDFനോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു. അത് പരിശോധിച്ച വിഷയങ്ങൾ തിരുത്തും. CPI എതിർപ്പുന്നയിച്ചിട്ടുണ്ടെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ ചേരുന്ന യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനം എടുത്തേക്കും. ടോബി ജോൺസൺ, 24 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ LDFന് കീറാമുട്ടിയായി രാജ്യസഭാ സീറ്റ് വിഭജനം. രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും. ജയിക്കാൻ കഴിയുന്ന 2ാമത്തെ സീറ്റ് CPIക്ക് നൽകേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് നിലവിൽ CPIM. അതിനിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ജൂലൈ 1 ഒഴിവ് വരുന്നത്. CPIMന്റെ എളമരം കരീമും CPIയുടെ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയുടെയും കാലാവധിയാണ് അവസാനിക്കുക. ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് CPIM ഏറ്റെടുക്കും. അടുത്ത സീറ്റിലേക്ക് 4 പാർട്ടികളാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും NCPയും. ഇതിൽ NCP ഒഴികെ 3 പാർട്ടികളും കടുത്ത നിലപാടിലാണ്. രാജ്യസഭാ സീറ്റ് തങ്ങൾക്കുള്ളതാണെന്ന് 3 പാർട്ടികളും അവകാശപ്പെടുന്നു. മുന്നണിയിലെ 2ാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ സീറ്റ് കിട്ടണമെന്നാണ് CPIയുടെ ആവശ്യം. CPIMന് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കോട്ടയം ലോക്സഭാ സീറ്റ് ഇടതുമുന്നണിയിലെത്തിയതോടെ നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് എം കടുത്ത നിലപാടിലാണ്. ജോസ് കെ മാണി ഒഴിയുമ്പോൾ പാർലമെന്റ് പ്രാതിനിധ്യം കിട്ടാതിരുന്നാൽ അണികൾക്ക് മുന്നിൽ എന്ത് മറുപടി പറയുമെന്ന ചോദ്യം നേതൃത്വത്തിനുണ്ട്. ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം പാർട്ടിക്ക് മുന്നിലുണ്ടെങ്കിലും ജോസ് കെ മാണി അത്ര താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല. അതിനേക്കാൾ പ്രശ്നമാണ് RJDക്കുള്ളത്. 1952 തുടങ്ങി 2009 2019 ഒഴികെ വിവിധ മുന്നണികളുടെ ഭാഗമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം നിലവിലെ RJDക്ക് ലഭിച്ചിട്ടുണ്ട്.
സാധാരണഗതിയിൽ രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് വിഭജിച്ചു കൊടുക്കാറാണ് പതിവെന്നാണ് RJD പറയുന്നത്. മാത്രമല്ല, ലോക്സഭയിലും രാജ്യസഭയിലും മന്ത്രിസഭയിലും പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല. അതിനാൽ സീറ്റ് കിട്ടിയേ മതിയാവൂ, ഇനിയും മുന്നണിയിൽ നിന്ന് അവഗണന നേരിടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് RJD. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും എളുപ്പമാവില്ല. ഇതിനിടെ ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും. ഈ മാസം 13 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. ജൂൺ 25-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. അടുത്ത ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇത്തവണ പുതുമുഖങ്ങൾക്കാവും പരിഗണന. അതേസമയം കോൺഗ്രസുമായി രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും വെച്ചു മാറുന്നത് പരിഗണനയിലില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ തുടങ്ങി. ലോക്സഭയിൽ 3ാം സീറ്റ് ആവശ്യം ഉന്നയിച്ച ലീഗിന് UDF-ൽ ധാരണ പ്രകാരം രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ് നേരത്തെ ലഭിച്ചതാണ്. സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകും. എന്നാൽ കോൺഗ്രസുമായി രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും വെച്ചുമാറുന്നത് പരിഗണനയിലില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. ലീഗിനിപ്പോ രാജ്യസഭാ സീറ്റേ ഉള്ളൂ. അതൊക്കെ തീരുമാനമായ കാര്യങ്ങളാണ്. വയനാട് കോൺഗ്രസ് തന്നെ മത്സരിക്കും. അതിലൊന്നും ഒരു കഥയും വേണ്ട. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. PMS സലാമിന്റെ പേരും പരിഗണനയിലുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി പുതുമുഖമായിരിക്കുമെന്നും യുവാക്കൾക്കായിരിക്കും പരിഗണനയെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ NDAയ്ക്കുള്ളിൽ ഭിന്നത പരസ്യമായി. അജിത് പവാറിന്റെ ഭാര്യയടക്കം സഖ്യകക്ഷികൾ കാലുവാരി തോൽപ്പിച്ചെന്ന് NCP വക്താവ് തുറന്നടിച്ചു. പിന്നാലെ തനിക്കൊപ്പമുള്ളവരുടെ അടിയന്തര യോഗം അജിത് പവാർ വിളിച്ചു ചേർത്തു. ഏറ്റവും കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം മുന്നണി ബന്ധം തന്നെ അവസാനിപ്പിച്ചേക്കാമെന്ന നിലയിലേക്ക് വളരുകയാണ്. അജിത്തിന്റെ ഭാര്യയെ തന്നെ ബാരാമതിയിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയത് സഖ്യകക്ഷികളുടെ കൂടി സമ്മർദ്ദ ഫലമായാണ്. എന്നിട്ടും സുപ്രിയ സുലെയോട് സുനേത്ര പവാർ വൻ തോൽവി ഏറ്റുവാങ്ങി. സുനേത്രയ്ക്ക് കിട്ടിയത് അജിത്തിനെ അനുകൂലിക്കുന്നവരുടെ മാത്രം വോട്ടാണെന്നും BJPയും ഷിൻഡെയും പാലം വലിച്ചെന്നുമാണ് NCP വക്താവ് അമോൽ മിത്കരി തുറന്നടിച്ചത്. ഇന്നലെ നടന്ന NDA യോഗം ബഹിഷ്കരിച്ച അജിത്ത് നിസ്സഹരണത്തിലാണ്. NCPയുടെ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാവുന്ന നിർണായക യോഗമാണ് ഇപ്പോൾ മലബാർ ഹില്ലിലെ അജിത് പവാറിന്റെ വസതിയിൽ പുരോഗമിക്കുന്നത്. വൈകിട്ടോടെ തനിക്കൊപ്പമുള്ള എല്ലാ MLAമാരും MP മാരും മുംബൈയിൽ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തനിക്കുള്ള അമർഷം അജിത്ത് മുന്നണി നേതൃത്വത്തെ അറിയിച്ചതാണ്. തന്റെ MLAമാരെ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അടർത്തിയെടുത്തേക്കുമെന്ന ആശങ്കയും അജിത്തിനുണ്ട്. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കടുത്ത തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്ന തോന്നലിലാണ് അജിത് പവാർ നിർണായക യോഗങ്ങൾ വിളിക്കുന്നത്. അജിത് പവാർ വിഭാഗം MLAമാരുമായി ശരത് പവാർ വിഭാഗവും ചർച്ച നടത്തുന്നതായാണ് സൂചന. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കർണാടക കോൺഗ്രസിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ പടയൊരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനാണെന്ന് മന്ത്രി സതീഷ് ജർക്കിഹോളി പറഞ്ഞു. നേതൃത്വത്തിന്റെ അശ്രദ്ധ പല മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണമായെന്ന് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ ആരോപണം. കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം DK ശിവകുമാറിനുമേൽ ചാർത്തുകയാണ് സിദ്ധരാമയ്യ പക്ഷം. തെരഞ്ഞെടുപ്പിൽ DK ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓൾഡ് മൈസൂരു മേഖലയിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടായത് മറുവിഭാഗം ആയുധമാക്കുകയാണ്. സ്വന്തം തട്ടകമായ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ സഹോദരൻ DK സുരേഷ് 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോറ്റത് DK ശിവകുമാറിന് തിരിച്ചടിയായി. JDS ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വൊക്കലിംഗ വോട്ടുകൾ പിടിക്കാനുള്ള DKയുടെ തന്ത്രവും പാളിയെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് DKയെ ലക്ഷ്യമിട്ടുള്ള വിമർശനവുമായി സിദ്ധരാമയ്യ പക്ഷക്കാരനായ മന്ത്രി സതീഷ് ജാർക്കിഹോളി രംഗത്തു വന്നത്. നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസം വിനയായെന്ന് സതീഷ് ജാർക്കിഹോളി പറഞ്ഞു. 2.5 വർഷത്തിന് ശേഷം കർണാടകയിൽ അധികാര കൈമാറ്റം വേണമെന്ന നിലപാടിലാണ് DK വിഭാഗം. അത്തരം ചർച്ചകളുടെ മുനയൊടിക്കുക കൂടിയാണ് പുതിയ നീക്കത്തിലൂടെ സിദ്ധരാമയ്യ പക്ഷം ലക്ഷ്യമിടുന്നത്. 24 ബംഗളൂരു.
ആന്ധ്രാപ്രദേശിൽ ഞായറാഴ്ച നിശ്ചയിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയിലേക്ക് മാറ്റി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. ആന്ധ്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിക്കുള്ളിൽ വികാരമുണ്ട്. സഖ്യത്തെ ബാധിക്കുന്ന തരം സമ്മർദ്ദം തുടക്കത്തിൽ വേണ്ട എന്നും തീരുമാനം. ഞായറാഴ്ച രാവിലെ 11:53 അമരാവതിയിൽ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു TDP ആദ്യം അറിയിച്ചിരുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ശനിയാഴ്ച നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് മാറ്റം. ചന്ദ്രബാബു നായിഡു, പവൻ കല്യാൺ, BJP നേതാവ് D. പുരന്തേശ്വരി അടക്കമുള്ള NDA നേതാക്കൾക്ക് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിന് ഡൽഹിയിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം സമയം കുറിക്കും. അമരാവതിയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. TDP ജനസേന സർക്കാരിൽ പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷിന് മന്ത്രിസഭയിൽ നിർണായക പദവിയുമാണ് ആലോചനയിൽ. എന്നാൽ ഉപമുഖ്യമന്ത്രി എന്ന വാഗ്ദാനം സ്വീകരിക്കാൻ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണിന് വിമുഖതയെന്നാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്നാണ് ജനസേന പാർട്ടിക്കുള്ളിലെ വികാരം. അവസാന 1 വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം പവൻ കല്യാണിന് നൽകണമെന്നാണ് ജനസേന പാർട്ടിയുടെ ആവശ്യം. സഖ്യത്തെ ബാധിക്കുന്ന തരം സമ്മർദ്ദം തുടക്കത്തിൽ വേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2029ഓടെ ആന്ധ്രയുടെ അമരത്തേക്കെത്താനാണ് പവൻ കല്യാൺ ലക്ഷ്യമിടുന്നത്. പവൻ കല്യാണിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാം. തെലുങ്കുദേശത്തിന്റെ തലൈവരും ആന്ധ്ര രാഷ്ട്രീയത്തിലെ അധികായനുമായ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ഒരു കാലത്തും തുനിയില്ലെന്നത് യാഥാർത്ഥ്യവും. വിജയവാഡയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറത്തു വരുന്നുണ്ട്. അത് പ്രേക്ഷകരെ അറിയിക്കാം. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 3 ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് പുറത്തു വരുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ യുവ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന് CPIM സംസ്ഥാന നേതൃനിരയിൽ അഭിപ്രായം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPIM നേതാക്കൾക്കൊപ്പം KPMS നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട്. ആലത്തൂരിൽ ജയിച്ചതോടെ ചേലക്കരയിലെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും K. രാധാകൃഷ്ണൻ ഒഴിയും. K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ചുമതല നൽകണമോ പുതിയ മന്ത്രിയെ കൊണ്ടുവരണമോ എന്നത് നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. പകരം മന്ത്രിയെ കണ്ടെത്താൻ തീരുമാനിച്ചാൽ മന്ത്രിസഭയിലെ ഏക ദളിത് പ്രാതിനിധ്യമായിരുന്ന K. രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ അതേ സമുദായത്തിൽ നിന്ന് പകരം മന്ത്രിയെ CPMന് കണ്ടെത്തേണ്ടി വരും. നിലവിൽ MLA-മാരായവർ CPIM പരിഗണനയിലുണ്ട്. ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K. ശാന്തകുമാരി എന്നിവരുടെ പേര് നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. യുവനേതാവ് വേണമെന്ന അഭിപ്രായം നേതൃതലത്തിലുണ്ട്. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വിവിധ പേരുകളും പാർട്ടി ചർച്ചയിലുണ്ട്. PK ബിജു, AK ബാലൻ, ഇല്ലെങ്കിൽ KPMS നേതൃത്വത്തിലുള്ള ആരെങ്കിലും മത്സരിക്കുമെന്നാണ് വിവരം. ജയിച്ചു വരുന്നവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമോ അതോ നിലവിൽ K. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മറ്റാർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്നും നേതൃയോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ലെന്നും BJP വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം LDF ഒരുക്കുമെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. പാലക്കാട്ട് KSEB ജീവനക്കാരനെ കാട്ടാന ഓടിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ KSEB ജീവനക്കാരനെ കാട്ടാന ഓടിച്ചു. രാവിലെ 9:30 സംഭവം എന്നുള്ളതാണ്. അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർ രാവിലെ കണ്ടിട്ടുണ്ടാകും. അതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നവജാത ശിശു മരിച്ചത് അണുബാധയെ തുടർന്നാണ് എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണം. പാലക്കാട് നെല്ലിയാമ്പതിയിൽ KSEB ജീവനക്കാരനെ കാട്ടാന ഓടിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നെല്ലിയാമ്പതി ചുരം റോഡിലെ 14ാം വ്യൂ പോയിന്റിന് സമീപത്ത് വെച്ചാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് സംഭവിച്ചത്? നിഖിൽ. ശ്രീജിത്ത്, ഇന്ന് രാവിലെ KSEB ഉദ്യോഗസ്ഥർ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് KSEB ഉദ്യോഗസ്ഥന് നേരെ ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നിരവധി ആനകളുണ്ട്.
ഈ 14-ാം വളവിൽ പലതവണ ഈ ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരൊക്കെ ആനയുടെ സാന്നിധ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ വാഹനത്തിന് നേരെ ഈ ആനക്കൂട്ടം പാഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ബൈക്കും അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരിതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആനയെ കണ്ട് പെട്ടെന്ന് തന്നെ ഇവരെ ആശങ്കയിലാവുകയും ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ഇത് തുടർച്ചയായി ഈ ചുരം മേഖലയിൽ ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരും മറ്റും യാത്രക്കാരുടെ വാഹനങ്ങൾക്കും മുൻപിലും മറ്റും ഈ ആനക്കൂട്ടം വന്നുപെടുന്ന സാഹചര്യവും അവർ ആശങ്കയിലാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഏറെ നേരം ഈ പാതയിൽ തന്നെ നിലയുറപ്പിച്ച ശേഷം കാട്ടാനക്കൂട്ടം ഇതിലൂടെ കടന്നു പോവുകയുമായിരുന്നു. റീജിത്ത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. കോയമ്പത്തൂരിലെ വിജയാഘോഷത്തിനിടെ പരസ്യമായി ആടിനെ കുന്ന് DMK പ്രവർത്തകർ. കെ അണ്ണാമലയുടെ ഫോട്ടോ കഴുത്തിൽ തൂക്കിയാണ് ആടിനെ വെട്ടിക്കുന്നത്. അണ്ണാമലെ ബലിയാടാണെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു ക്രൂരത. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, വിശദാംശങ്ങൾ എന്താണ്? ശ്രീജിത്ത്, BJP ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലമായിരുന്നു കെ അണ്ണാമലൈ. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ മത്സരിച്ചിരുന്ന കോയമ്പത്തൂർ എന്ന് പറയുന്നത്. അവിടെ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത്. രണ്ടാം സ്ഥാനത്താണ് BJP NDA സഖ്യം എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു മത്സരവും അതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദങ്ങളും നിറയെ ഏറെക്കുറെ ഒരു 1.5 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ഏറ്റവും രൂക്ഷമായുള്ള വിമർശനങ്ങൾ DMKക്ക് ഏൽക്കേണ്ടി വന്നതും കെ അണ്ണാമലയിൽ നിന്നാണ്. ഈ ഒരു കാര്യം അവിടെയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിജയാഘോഷങ്ങളിലേക്കൊക്കെ DMK കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു വിജയാഘോഷം തന്നെയായിരുന്നു. അത് മാത്രമല്ല, അത് കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആടിനെ കഴുത്ത് മുറിച്ച് കൊന്ന് അതിനുശേഷം ആ രക്തത്തിൽ ഈ അണ്ണാമലയുടെ ചിത്രം അതിൽ കുതിർത്ത് വയ്ക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു വിജയാഘോഷം എന്ന് പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ഇപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് അഭ്യൂഹങ്ങൾ വരൂലേ? ഇതിലൊരു പുതിയ സംഭവമാണ്. പരിചയസമ്പത്തുള്ള ഒരാളെയാണല്ലോ, യുവാക്കളായിട്ടുള്ള ആൾക്കാരാണോ പാലക്കാട് കൂടുതലായിട്ട്? ഞാൻ നല്ല പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ്. കേസ് പാലക്കാട് അത് പാലക്കാട് കാണാൻ പറ്റുന്നതാ. രമ്യ ഹരിദാസിന്റെ തോൽവിയെ തുടർന്ന് ഈ DCC പ്രസിഡന്റ് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ആലോചിക്കണം. എന്തായാലും അതിന് അവരുടെ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി. അതെല്ലാം അന്വേഷിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. അതാരായാലും അതിനോട് സഹകരിച്ചവർ കൊടുക്കേണ്ട എവിഡൻസ് കൊടുക്കണം. അതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ പുറത്ത് നടപടി ഉണ്ടാവും. അതൊക്കെയാണ് പാർട്ടിയുടെ സിസ്റ്റം. അതിവിടെയും ഉണ്ടാവും. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണ്ടേ? അന്വേഷിക്കുന്ന റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് നടപടി എടുക്കേണ്ട കുറ്റങ്ങളുണ്ടെങ്കിൽ നടപടി എടുക്കും. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവുമല്ലോ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തലുണ്ടോ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ? അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ജില്ലാതലത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വി ആർ നോട്ട് ഗെറ്റ് ഇറ്റ്. ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ അറിയില്ല. ഇപ്പം പരിശോധിച്ചാലേ മനസ്സിലാവും. എല്ലാത്തിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവരി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും. ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? അതിലും തർക്കം ഒരിക്കലും. അപ്പൊ ശരി, നമുക്ക് കാണാം. ഇത്ര പറഞ്ഞൊന്നും ഒറ്റ കാര്യല്ലേ? അതെ, അതെ അത് UDF തലത്തിൽ ചർച്ച നടത്തിയെടുക്കേണ്ട ഒരു തീരുമാനം. കേസുകാരൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. കേരള കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇവിടെയും എക്സ്പ്രസ് ചെയ്യുന്നു. അത് വാതിൽ ഞാൻ ഒറ്റക്ക് തുറക്കില്ല. ഒറ്റക്ക് തുറക്കാൻ പറ്റൂല. പക്ഷെ കൂട്ടായി തുറക്കും. കൂടെ വേണം. നമുക്ക് കേരള കോൺഗ്രസ് അല്ല, നമുക്ക് KM മാണിയാണ്. നമ്മുടെ ഈ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അത് നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് KM മാണി. വി കനോട്ട് ഫോർഗെറ്റ് ഹിം. നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ഓർമ്മയാണ്, സ്ഥായിയായ ഓർമ്മയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഓണർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേരള കോൺഗ്രസിന്.
പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ പട്ടയഭൂമിയിലെ അനധികൃത മരമുറി അന്വേഷിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി പരാതി. CPIM പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം ആക്രമിച്ചെന്ന് പരാതി നൽകിയിട്ടും മൂഴിയാർ പോലീസ് കേസെടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ചൊവ്വാഴ്ചയാണ് സംഭവം. പത്തനംതിട്ട കൊച്ചുകോയിക്കൽ മേഖലയിൽ പട്ടയഭൂമിയിൽ നിന്ന് അനുമതിയില്ലാതെ മരം മുറിക്കുന്നുവെന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയതായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. മരം മുറി ചോദ്യം ചെയ്തതോടെ CPIM പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്നാണ് പരാതി. വനിതാ ഉദ്യോഗസ്ഥക്കടക്കം പരിക്കേറ്റുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും മൂഴിയാർ പോലീസ് കേസെടുത്തില്ല എന്നാണ് ആരോപണം. 24 പത്തനംതിട്ട. അനാസ്ഥയ്ക്ക് ഉത്തരം ആര് നൽകും? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പ്രസവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമെന്നും ബന്ധുക്കൾ ആരോപിച്ചു. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. അതേസമയം ആരോപണം മെഡിക്കൽ കോളേജ് തള്ളി. കഴിഞ്ഞ മാസം 28-നാണ് വണ്ടാനം സ്വദേശി സൗമ്യയെ രക്തസ്രാവത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ആശുപത്രിയിലെത്തിയ ഉടൻ സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റി. പരിശോധനയ്ക്ക് ശേഷം മൂത്രത്തിൽ പഴുപ്പ് മൂലമുണ്ടായ ബ്ലീഡിംഗ് ആണെന്നും പ്രസവത്തിന് സമയമായില്ലെന്നും പറഞ്ഞു. വീണ്ടും വേദന അനുഭവപ്പെട്ട് ഡോക്ടറെ സമീപിച്ചെങ്കിലും ആഹാരത്തിന്റെ പ്രശ്നമാകാം, പ്രസവത്തിന് സമയമായില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. എന്റെ ഈ ബ്ലീഡിംഗ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അത് നേരത്തെ കാണാൻ ഇച്ചിരി കണ്ടപ്പോഴത്തേക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. പ്രസവത്തിന് ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നീട് കുഞ്ഞിനെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നും സൗമ്യ പറയുന്നു. ഇന്നലെ രാത്രിയാണ് കുഞ്ഞു മരിച്ച വിവരം അറിയിക്കുന്നത്. ഇതോടെ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രാത്രി 12ഓടെ മൃതദേഹവുമായി പ്രസവമുറിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PVI ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. മുഴുവനും ബ്ലഡ് മൊത്തം ആയി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത്, വയറുവേദനയും കൂടിയപ്പോൾ പറയുന്നത്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ 3 യുവതികളാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. 70-കാരി ഉബൈമ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ എന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. 24 ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം പുറത്തുവരുന്നുണ്ട്. വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും ജനിച്ചപ്പോഴുണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നു. സീനിയർ ഡോക്ടേഴ്സ് പരിചരിച്ചില്ല എന്നത് തെറ്റാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ സ്വർണ്ണ ബുള്ളിയൻസ് എക്സിക്യൂട്ടീവ് ഷോറൂം അൽമുഗ്നി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുത്തൻപള്ളിക്ക് സമീപം DRD ടവറിലാണ് പുതിയ ഷോറൂം. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അബ്ദുൽ ഷുക്കൂർ മൗലവിയും അൽ മുക്താദിർ ഗ്രൂപ്പ് CEO ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K മുരളീധരൻ, തൃശൂർ മേയർ MK വർഗീസ്, മൗലാന സെയ്ദ് മുസ്തഫ റിഫായ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന GD ജുമായുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം K മുരളീധരൻ നിർവഹിച്ചു. മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം വെഞ്ഞാറമൂടിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം മഹിമ നമ്പ്യാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വെഞ്ഞാറമൂട് വയ്യേറ്റ് മണിക്കോട് ക്ഷേത്രത്തിന് സമീപം നക്ഷത്ര ബിൽഡിംഗിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ദിവസത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് നടന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ, ഡിസ്കൗണ്ടുകൾ കൂടാതെ പർച്ചേസ് ചെയ്ത മുഴുവൻ തുക വരെ ഉപഭോക്താവിന് തിരിച്ചു ലഭിച്ചേക്കാവുന്ന മൈജിയുടെ ആകർഷകമായ ബോൾ ഗെയിമും ഉണ്ട്. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഓരോ മണിക്കൂറിലും ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ, നിരവധി ഉദ്ഘാടന ഓഫറുകൾ, സ്പെഷ്യൽ വിലക്കുറവ് എന്നിവയും ഉണ്ട്. സംസ്ഥാനത്തെ റേഷൻ കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചു തുടങ്ങി. കുടിശ്ശികയായ 100 കോടി ലഭിക്കാതെ ജൂൺ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യില്ല എന്നാണ്
കരാറുകാരുടെ മുന്നറിയിപ്പ്. സിവിൽ സപ്ലൈസ് MD-ക്ക് വാതിൽപ്പടി സേവനം നടത്തുന്നവർ കത്ത് നൽകി. ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാരാണ് സമരം തുടരുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മുഴുവൻ തുകയും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള 10% തുകയും കുടിശ്ശികയായെന്നാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത്. മൊത്തത്തിൽ സംസ്ഥാനത്തെ കരാറുകാർക്ക് 100 കോടി റുപ്യയിലധികം കിട്ടാൻ ബാക്കിയുണ്ട്. ഡീസൽ അടിച്ചതിന് പമ്പിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. തൊഴിലാളികൾക്ക് ഇറക്കൂലി കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇങ്ങനെ നാനാ മേഖലകളിലുള്ള ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ആർക്കും കഴിയുന്നില്ല. സർക്കാർ കുടിശ്ശിക അനുവദിക്കാത്തത് മൂലം തൊഴിലാളികൾക്കും ലോറി ഉടമകൾക്കും ഇന്ധന പമ്പുകളിലും വൻ തുക കുടിശ്ശികയായി. ഈ നിലയിൽ മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് കരാറുകാരുടെ തീരുമാനം. സാധാരണക്കാരെ അന്യമുട്ടി തങ്ങളുടെ കുടുംബം പട്ടിണിയിലാകുന്നുവെന്നാണ് റേഷൻ കട കരാറുകാർ പറയുന്നത്. എന്നാൽ പണം അനുവദിച്ചിട്ടുണ്ടെന്നും ഇവ ഉടൻ വിതരണം ചെയ്യുമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകി. 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതിൽ അട്ടിമറി നടന്നുവെന്നാണ് പരാതി. വിദ്യാർത്ഥികൾക്ക് നൽകിയ അധിക മാർക്കാണ് 1ാം റാങ്ക് കൂടാൻ കാരണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരിച്ചു. 67 വിദ്യാർത്ഥികൾക്ക് 1ാം സ്ഥാനം ലഭിച്ചതോടെ നീറ്റ് പരീക്ഷാഫലത്തിൽ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പരമാവധി 3 പേർക്കാണ് 1ാം റാങ്ക് ലഭിച്ചത്. എന്നാൽ ഇത്തവണ ഉയർന്ന 2 അക്കത്തിലേക്ക് റാങ്ക് ഫലം എത്തിയതോടെയാണ് വിവാദം ഉടലെടുത്തത്. 67 പേരിൽ 44 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചത് തെറ്റായ ഉത്തരത്തിന് നൽകിയ അധിക മാർക്ക് കാരണമെന്നാണ് NTA-യുടെ വിശദീകരണം. NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് അധിക മാർക്ക് നൽകിയതെന്നും NTA കൂട്ടിച്ചേർത്തു. അധിക മാർക്ക് നൽകിയതിലടക്കം അട്ടിമറി നടന്നതായാണ് വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത്. കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും അടക്കമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷാഫലത്തിൽ പ്രതിഷേധിച്ച് വ്യാപക പ്രചാരണമാണ് സമൂഹമാധ്യമങ്ങളിൽ നടത്തുന്നത്. 100-ലധികം പരാതികളാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. പരാതികളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച 20ഓളം കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി. വയനാട് പുൽപ്പള്ളി മരക്കടവിലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കണ്ണൂരിലെ ആറളം ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള വനപാലകരുടെ ദൗത്യം 1 മാസമായി തുടരുകയാണ്. ഇതിനിടെയാണ് 20ഓളം വരുന്ന കാട്ടാനക്കൂട്ടത്തെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്താനായത്. താളിപ്പാറയിൽ നിന്ന് കോട്ടപ്പാറ വഴിയാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. ആനകളെ വനത്തിലേക്ക് എത്തിച്ച ശേഷം വൈദ്യുതി വേലികൾ ചാർജ് ചെയ്തു. വരും ദിവസങ്ങളിലും കാട്ടാന തുരത്തൽ ദൗത്യം തുടരും. വയനാട് പുൽപ്പള്ളി മരക്കടവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ വനം വകുപ്പ് സംഘവും നാട്ടുകാരും ചേർന്ന് തുരത്തി. കൃഷിയിടത്തിലിറങ്ങിയ 2 കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചതോടെയാണ് വനപാലകരെത്തി ആനകളെ കബനിപ്പുഴ കടത്തിയത്. പ്രദേശത്തെ വനാതിർത്തിയിലെ ഫെൻസിങ്ങും കിടങ്ങും തകർന്ന നിലയിലാണ്. അതേസമയം പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടാനകൾ ലയങ്ങൾക്ക് സമീപം തുടരുകയാണ്. കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കല്ലേലി UP സ്കൂൾ പരിസരത്തേക്കും എത്തിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാസർഗോഡ് കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച അപകടം. ഫോൺ ഉടമ കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന് കൈക്കും കാലിനും പൊള്ളലേറ്റു. കള്ളാറിൽ ക്രൗൺ സ്പോർട്സ് ആൻഡ് സൈക്കിൾസ് എന്ന സ്ഥാപനം നടത്തുകയാണ് പ്രജിൽ മാത്യു.
രാവിലെ 9 മണിയോടെയാണ് പ്രജിൽ മാത്യുവിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അപ്രതീക്ഷിതമായി ചൂടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തെങ്കിലും പൊട്ടിത്തെറിച്ചു. ഫോൺ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. രാവിലെ ഒരു 9 മണിയോട് കൂടിയിട്ട് ഇവന്റെ പ്രജിലിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പുക പെട്ടെന്ന് ഇവൻ വലിച്ചു ഊരി അങ്ങോട്ട് എറിഞ്ഞപ്പോഴത്തേക്കും അവിടെ കണ്ട് കത്തി. കൈക്കും കാലിനും പൊള്ളലേറ്റ പ്രജിൽ മാത്യു ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. സംഭവത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാനാണ് യുവാവിന്റെ തീരുമാനം. 24 കാസർഗോഡ്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.